ജീവിതത്തിൽ നമ്മൾ ഒരുപാട് രാസപ്രവർത്തനങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ രാസപ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരേ വേഗതയിലല്ല നടക്കുന്നത്. രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് ഗാഢത. അഭികാരങ്ങളുടെ ഗാഢത രാസപ്രവർത്തനത്തിന്റെ വേഗതയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരു ചെറു പരീക്ഷണം ചെയ്തു നോക്കാം. പരീക്ഷണത്തിന് ആവശ്യമായ വസ്തുക്കൾ: ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ലായനി, മഗ്നീഷ്യം റിബൺ, ബീക്കറുകൾ, മെഷറിംഗ് ജാറ്. ഇനി നമുക്ക് പരീക്ഷണ രീതി നോക്കാം. 2 ബീക്കറുകളിൽ ഒരേ മാസ് വീതമുള്ള മഗ്നീഷ്യം റിബണുകൾ എടുക്കുന്നു. രാസപ്രവർത്തന വേഗതയെ ഗാഢത എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബീക്കറുകളിൽ ഒന്നിൽ ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡും മറ്റേതിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തുല്യ വ്യാപ്തം വീതം മെഷറിംഗ് ജാർ വഴി അളന്ന് ചേർക്കുന്നു. രാസപ്രവർത്തന വേഗത ഏത് ബീക്കറിലാണ് കൂടുതലെന്ന് നിരീക്ഷിക്കുന്നു. ഇവിടെ രാസപ്രവർത്തനത്തിന്റെ വേഗത നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ച ബീക്കറിനെ അപേക്ഷിച്ച് ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ച ബീക്കറിലാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഗാഢത രാസപ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണെന്നും അഭികാരങ്ങളുടെ ഗാഢത കൂടുന്തോറും രാസപ്രവർത്തനത്തിന്റെ വേഗത കൂടുന്നു എന്നും മനസ്സിലാക്കാം. ഈ രാസപ്രവർത്തനത്തിന്റെ സമീകരിച്ച രാസസമവാക്യം എഴുതി നോക്കാം. ഇവിടെ അഭികാരകങ്ങളിൽ ഒന്നായ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഗാഢത കൂടിയപ്പോൾ യൂണിറ്റ് വ്യാപ്തത്തിലെ തന്മാത്രകളുടെ എണ്ണം കൂടുകയും കൊളീഷൻ തിയറി പ്രകാരം ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി രാസപ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു.